എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എൻ്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഇത്രയും നല്ല ഒരു മനുഷ്യനായ ബോച്ചയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാം. എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോച്ചയോടുള്ള തെറ്റിദ്ധാരണ നമുക്ക് മാറ്റണ്ടേ? കാണാം. കാരണം പലരും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ്. ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പറയുന്നത്. ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. അടിപൊളിയാണ്. എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണാം. ഈ കറക്കുന്നത് ഈ മാലയുടെ ബാക്കിലുള്ള ഭംഗി എല്ലാം കാണിക്കാൻ വേണ്ടിയില്ലേ ബോച്ചയുടെ ഒരു തമാശ. അതിന് ആളുകൾ അതും വളച്ചൊടിച്ചു. പിന്നെ ഈ തൊളയുള്ള വട ഉണ്ടോ? തൊളയുള്ള വട കഴിഞ്ഞു പോയി, ഭയങ്കര ഡിമാൻഡാണ്. ബോച്ചെണ്ണ അത് ഉഴുന്ന വട എന്ന് പറയാൻ വന്നതാണ്, പക്ഷെ നാക്ക് വഴങ്ങിയില്ല. അങ്ങനെ അത് പറഞ്ഞപ്പോൾ മാറിപ്പോയി, അത് തൊള വടയായിപ്പോയി. അതിന് ആളുകൾ ഇങ്ങനെ വളച്ചൊടിക്കണോ? എന്തൊരു കഷ്ടമാണ്. ഓപ്ഷൻ ഉണ്ട്. ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു. സഹോദരി എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറ. ആ കൊച്ചു കടയിലോട്ട് ചെന്നാൽ 2 കയ്യിലും ഇടാൻ മോതിരം കൊടുക്കാമെന്നുള്ള ആംഗ്യ ഭാഷയിൽ കാണിച്ചതാണ്. അതിനാണ് ഇങ്ങനെ എല്ലാവരും വളച്ചൊടിക്കുന്നത്. ഈ ഒരു സൈസാണ് ആ മാല ഇട്ട് കൊടുത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് അതും വളച്ചൊടിച്ച്. ചേച്ചിയാണ് ഉണ്ടാക്കണേ പഴംപൊരി? ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്നത്? രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്യുന്നല്ലേ? ഇനിയിപ്പോ ഈ പഴംപൊരി കാണിച്ച് ചേച്ചിയ ഞാൻ അപമാനിച്ചതൊന്നും അല്ലേ? ആരും ഇതും ഇനി വേണമെങ്കിൽ വളച്ചൊടിക്കും. ഈ വീഡിയോ ഇട്ടാലേ ഓരോരുത്തന്മാര് ഡബിൾ മീനിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും. ശ്രീ ബോബി ചെമ്മണ്ണൂർ, കണ്ണടച്ചിരുട്ടാക്കാനാകുമോ? പൊതുവേദിയിൽ നടന്ന് താങ്കൾ അവരുടെ അനുവാദമില്ലാതെ അവരുടെ കൈ പിടിച്ച് കറക്കുന്നു, നെക്ലേസ് അണിയിക്കുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ പരാതിയിൽ പറയുന്നു. അതെനിക്കറിയില്ല. ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞത് കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള 1-2 വാക്കുകൾ പറഞ്ഞതിലാണ് അത് ദ്വയാർത്ഥമാണ് എന്നുള്ളത്. കുറെ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു. പക്ഷേ അവിടെ വരുമ്പോ ആഭരണം ഇട്ട് കൊടുക്കാറുണ്ട്, കയ്യിൽ വളയിട്ട് കൊടുക്കാറുണ്ട്. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിൽ മോശമായ ഒരു ഇന്റൻഷൻ എനിക്കോ മാഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ട് മോശമായ ഇന്റൻഷൻ ഒന്നുമില്ല. ഒരുപാട് പേര് വന്നിട്ടുള്ളതാണ്, ഓർണമെന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെയുള്ള വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ദുരുദ്ദേശമോ അതിന് മോശമായ ഒരു കാര്യങ്ങളോ അല്ലെ തെറ്റായ ഒരു വാക്കോ എന്തെങ്കിലും തെറിയോ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇതിന് പകരം പലരും കുന്തി ദേവിക്ക് പകരം പലതും പറഞ്ഞിട്ട് ഇതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമന്റില്. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത്? കുറച്ചൊക്കെ മനഃപൂർവ്വമാണ്. ഹോട്ടലിൽ കയറി ഒരു പലഹാരം എടുത്തത് മനഃപൂർവ്വമല്ലേ? തൊളയുള്ള വടയുണ്ടോന്ന് ചോദിച്ചാൽ അതെ അതെ, അത് വടക്കെല്ലാം തൊളയുണ്ട്, അതുകൊണ്ടാണ് തൊളയുള്ള വട എന്ന് പറയുന്നത്. ഞാൻ വെറുതെ വട എന്ന് പറഞ്ഞ പോരെ? അല്ല, വടാവടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇതിനൊക്കെ ആളുകൾ ഇങ്ങനെ വളച്ചൊടിക്കണോ? നമ്മളിപ്പോ ഒരു സാധനം ഇങ്ങനെ തൊടുന്നതും ഇങ്ങനെ ഒഴിയുന്നതും ഒക്കെ ഒരേ സംഭവങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞ എങ്ങനെയാ ഫീല് കിട്ടുക? അതൊക്കെ ബോച്ചയ്ക്ക് അറിയോ? ഈ റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ബോച്ച. കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും. ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ്
എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. എന്റെ ദൈവമേ. കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. അപ്പോ അങ്ങനെ എടുക്കാം. കുന്തി ദേവി, ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ല, ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മുടെ ഉദ്ദേശം. ആരെയും വിഷമിപ്പിക്കരുത്. ഇത്രയും നല്ലൊരു മനസ്സുണ്ടല്ലോ ബോച്ചയ്ക്ക്. ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത. കഴിഞ്ഞ ദിവസമാണ് നടി ഹണി റോസ് ബോബി ചെമ്മന്നൂരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. ബോച്ചെ തന്നെ പല അവസരത്തിലും മോശമായ രീതിയിൽ പരാമർശിക്കുന്നുവെന്നും അശ്ലീല ചുവയുള്ള വാക്കുകൾ പറയുന്നു എന്നതാണ് ഹണി റോസിന്റെ പരാതി. എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഊരി കാണിക്കാവോ? ഇത് കാണുമ്പോ എന്തെങ്കിലും ഇടാൻ തോന്നുന്നു എനിക്ക്. കണ്ടോ, ഊരി കാണിക്കാമോന്ന്. പാവം, ഒരു ദൂരദേശത്തൂടെ അല്ല ചോദിച്ചത്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? കഷ്ടം. ഇതൊക്കെ ഒരു തമാശയല്ലേ? ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള തെറ്റിദ്ധാരണ മാറി കാണുമല്ലോ അല്ലേ? അപ്പോൾ ബോച്ചണ്ണൻ എന്ന നല്ല മനുഷ്യന് ഇനിയും ഇങ്ങനെ വെടി പറയാനും തക്കതായ പ്രതിഫലം നാട്ടുകാരിൽ നിന്നും നിയമത്തിൻ്റെ വഴിയിൽ നിന്നും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ഡബിൾ മീനിങ് കേസാണ് ഇത്.